ആഫ്താബ് റഹ്മാൻ കൂടി വിവരങ്ങൾ നൽകാനായി സൗദിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആഫ്താബ്, ഇപ്പോൾ സൗദി അറേബ്യയുടെ പുത്തൻ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ സർവീസ് ആരംഭിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. എങ്ങോട്ടായിരുന്നു ഉദ്ഘാടന സർവീസ്? ഇന്ത്യയിലേക്കുള്ള സർവീസൊക്കെ പ്രഖ്യാപിച്ചോ? സൗദി അറേബ്യയുടെ ഏറ്റവും പ്രീമിയം സേവനങ്ങൾ നൽകാൻ പോകുന്ന വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ ആദ്യ സർവീസിനാണ് ഇന്നിപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടന സർവീസ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി റിയാദിൽ നിന്നും ആരംഭിച്ചു. ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ട് ലണ്ടനിലേക്കായിരുന്നു ആദ്യത്തെ സർവീസ്. അതിനുശേഷം വിമാനം ഇന്ന് രാവിലെ അവിടെ നിന്ന് വീണ്ടും റിയാദിലേക്ക് തിരികെ പറന്നു. വൈകിട്ട് 7 മണിയോടുകൂടി റിയാദിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. ആഗോള ഏവിയേഷൻ ഹബ്ബായി ലോജിസ്റ്റിക്സിന്റെയും ഒപ്പം തന്നെ ഏവിയേഷൻ സർവീസുകളുടെയും ഹബ്ബായി സൗദി അറേബ്യയെ മാറ്റുക എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായിരുന്നു റിയാദ് എയറിന്റെ സർവീസ്. പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഈ വർഷം സർവീസ് ആരംഭിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനം. അതിൽ നിന്ന് വ്യത്യസ്തമായി 3 മാസം പിന്നിട്ട് ഇപ്പോൾ ഈ ഒക്ടോബറിലാണ് വിമാന സർവീസിന് തുടക്കമായിരിക്കുന്നത്. വരും ആഴ്ചകളിൽ ദുബൈയിലേക്കുള്ള സർവീസ് കൂടി റിയാദ് എയർ പ്രഖ്യാപിക്കും. അതിന് തൊട്ടു പിന്നാലെ പുതിയ സമ്മർ വിന്റർ ഷെഡ്യൂളുകൾ കൂടി റിയാദ് എയർ പ്രഖ്യാപിക്കും. അതിൽ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2030 100-ലേറെ വിമാനങ്ങൾ റിയാദ് എയർ സ്വന്തമാക്കും. ആകെ 300ഓളം വിമാനങ്ങളാണ് റിയാദ് എയർ ഓർഡർ നൽകിയിട്ടുള്ളത്. ഈ വിമാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ 100-ലേറെ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുവാനാണ് റിയാദ് എയർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സേവനം എന്ന് പറയുന്നത് നേരത്തെ ദുബൈയിലെ എമിറേറ്റ്സിനെയും ഒപ്പം തന്നെ ഖത്തർ എയർവേസിനെയും പോലെ തന്നെ സമാനമായ രീതിയിൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകുന്ന, ഏറ്റവും ഉന്നതമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള സർവീസുകളായിരിക്കും റിയാദ് എയർ നടത്തുക. ഇതിൽ 2 തരത്തിലുള്ള സർവീസ് ഉണ്ടാകും. ബോയിങ് വിമാനങ്ങൾക്കൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള ചെറുവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സർവീസുകൾക്കും റിയാദ് എയർ വൈകാതെ തുടക്കം കുറിക്കും. നിലവിലുള്ള സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനി എന്ന് പറയുന്നത് സൗദി എയർലൈൻസ് ആണ്. ജിദ്ദ കേന്ദ്രീകരിച്ചുള്ള വിമാന കമ്പനിയാണ് സൗദി എയർലൈൻസ് എന്നറിയപ്പെടുന്ന സൗദിയെ എങ്കിൽ റിയാദ് എയർ പ്രവർത്തിക്കാൻ പോകുന്നത് റിയാദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഏതായിരുന്നാലും ആദ്യ സർവീസിന് തുടക്കമായിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഇന്ത്യയിലേക്കുള്ള ഷെഡ്യൂളുകളാണ്. മറ്റന്നാൾ ചൊവ്വാഴ്ച സൗദി അറേബ്യയിലെ ഏറ്റവും പ്രീമിയസ് ബിസിനസ് കോൺഫറൻസായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് നടക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് റിയാദ് എയർ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്.